ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഞാൻ പലപ്പോഴും ദേശി ടെസറിൻ്റെ ബേസ് കളറിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷന് മിക്കവാറും ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട്. അപ്പം ആ ദേശി ടെസർ നമുക്ക് വരുമ്പോഴത്തേക്ക് 8900 ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരും. അപ്പം അതിൻ്റെ അതേ പാറ്റേണിലും അതേ കളറിലും ഒരു സെമിയിൽ വന്നിരിക്കുന്ന സാരീസാണിത്. പക്ഷെ നല്ല ആ ദേശി ടെസറിൻ്റെയൊക്കെ അതേ ഫീലിലാണ് വന്നിരിക്കുന്നത്. 3390 3390 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതായത് ആ ഷെയ്ഡ്സിൽ മാത്രം ഡിഫറെൻറ്റ്, ബേസ് കളർ സെയിം തന്നെയാണ്. അതായത് നമ്മുടെ ദേശി ടെസറിൻ്റെ ബേസ് കളറിൽ തന്നെ വന്നിരിക്കുന്ന സാരി നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ടസർ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന സാരീസാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും. അപ്പോൾ നമുക്കിതിൻ്റെ ആ എംബ്രോയ്ഡറി വർക്ക് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇത് എല്ലാത്തിനും സാരിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ ചെറിയ ചെറിയ കളറിലുള്ള ഡിഫറൻസസേ ഉള്ളൂ ഈ സാരിക്ക്. ബേസ് കളർ എല്ലാം സെയിം തന്നെയാണ്. ഇത് കണ്ടോ, ഈ മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റും ഇതേപോലെ കണ്ടോ ദേശി ടെസറിൻ്റെ അതേ ഒരു ഫീലിൽ നിൽക്കുന്ന മെറ്റീരിയലാണ്. ഈ ഒരു വീവൊക്കെ കണ്ടോ, നമുക്ക് ആ ദേശി ടെസറിൽ വരുന്ന അതേ പാറ്റേണിൽ നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. അതിപ്പോൾ ഞാനിങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ ബോർഡർ കളർ കണ്ടോ, ഇത് സാരി നമ്പർ 1 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഒരു പർപ്പിൾ, ഒരു പേസ്റ്റൽ പർപ്പിൾ ടോണും കൂടെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ ബോർഡറിൽ വന്നിരിക്കുന്നത്. സാരി നമ്പർ 1. അതേപോലെ തന്നെ അതിൻ്റെ ബോഡിയിലും ഇതേപോലെയുള്ളൊരു നല്ല ഫിനിഷിംഗ് ഉള്ളൊരു എംബ്രോയ്ഡറി വർക്കും കേട്ടോ വന്നിരിക്കുന്നത്. 2 ബോർഡറിലും ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ബോഡിയിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് മാത്രമാണ് പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ. നമ്മളിങ്ങനെ ഇവിടെയൊക്കെ പ്ലീറ്റ് ചെയ്തിടുമ്പോൾ ഇങ്ങനെ 2 ബോർഡറിലും ഈ ഒരു വർക്ക് വരും. 1 ലെയർ ആയിട്ട് ഇടേണ്ടവർക്ക് 1 ലെയർ ആയിട്ട് ഇടാം. മുന്താണിയിലേക്കും ആ സെയിം വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്ലൗസിൽ സ്ലീവെൻറ്റിൽ കൊടുക്കാനായിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ഇവിടെയും തന്നിട്ടുണ്ട്, ഇതിൻ്റെ അടുത്ത സൈഡിലും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഈ ഒരു ഫ്ലവർ ഡിസൈനും ഇങ്ങനെ നിൽക്കും. അടുത്ത സ്ലീവിൽ കൊടുക്കാനുള്ളത് ഇതിൻ്റെ അടുത്ത എഡ്ജിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാരി വന്നിരിക്കുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള കളേഴ്സ് ഞാൻ ടേബിളിൽ ഇട്ട് കാണിക്കാം, കാരണം അതിൻ്റെ വർക്ക് ക്ലോസർ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സാരി നമ്പർ 1. അടുത്തത് വരുന്നത് സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ്റെ കളറ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. ഇത് കണ്ടോ, നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, ഹൗസ് വാമിങ്, അല്ലെങ്കിൽ നമുക്ക് വെഡ്ഡിങ് ഈവ് അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ ഈ ഒരു ഷെയ്ഡ് നോക്കുന്നവർക്ക് നല്ല സാരീസ് ആട്ടോ ഇത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ്. ഇതിനകത്ത് വേറെ പാറ്റേൺ ഒന്നുമില്ല, ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെയാണ് സാരി എല്ലാം. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലും ആ ഒരു വർക്ക് വരും. അപ്പം ഈ ഒരു എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി. ഇത് സാരി നമ്പർ 2. അടുത്തത് വരുന്നത് സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പം അതിൻ്റെ വരുന്നത് ഇതേപോലെയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു മെറൂൺ, ഒരു യെല്ലോ ആൻഡ് ലൈറ്റ് പർപ്പിൾ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് വർക്ക് വരുന്നത്. ആ സെയിം വർക്ക് തന്നെ മുന്താണിയിലേക്കും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുക കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് സാരി നമ്പർ 3. സാരി നമ്പർ 3 3390 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 3390 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ്. സാരി നമ്പർ 4. സാരി നമ്പർ 4 വരുമ്പോൾ 4ൻ്റെ വർക്ക് ഇതേപോലെയാണ്. ഇതൊരു കണ്ടോ, ഒരു മോഫ് ടോണിലേക്ക് വന്നിരിക്കുന്ന ഒരു കളറ്, ഒരു ഓണിയൻ പിങ്കിൻ്റെ പോലെ ഒരു ഷെയ്ഡ്, ഒരു പർപ്പിൾ ഷെയ്ഡ്, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വർക്ക്. ഇങ്ങനെ വരും. ഇപ്പോൾ കാണാമോ കറക്റ്റായിട്ട്? ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ്റെ കളേഴ്സ് വന്നിരിക്കുന്നത്. സാരി നമ്പർ 4. സാരി നമ്പർ 5. സാരി നമ്പർ 5 വരുമ്പോൾ 5ൻ്റെ കളർ വരുന്നത് ഇതേപോലെയാണ്. ഒരു പീച്ച് പിങ്ക് ആൻഡ് ഒരു പർപ്പിൾ അങ്ങനെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻ. സാരി നമ്പർ 5. സാരി നമ്പർ 6. ലാസ്റ്റ് സാരി നമ്പർ 6. ഇതിനകത്തും അതേപോലെ തന്നെ ഒരു ലൈറ്റ് ലാവൻഡർ, പർപ്പിൾ ആൻഡ് ഒരു ബേബി പിങ്ക് ആ ഒരു ടോണിലേക്ക് വന്നിരിക്കുന്ന വർക്കാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. എല്ലാ
അതിൻ്റെ കളേഴ്സൊക്കെ നല്ല കേട്ടോ എല്ലാത്തിൻ്റെ. സാരി നമ്പർ 6. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ദേശി ടസറിൻ്റെ ബേസ് കളറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.